ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മെയ് ആണ്. ഇന്ന് ഒരു സ്കൂൾ ഡേ ആണ് കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോകും. തോമസ് ഇന്ന് ഉച്ചയ്ക്ക് ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ഡേറ്റ് ലഞ്ചിനൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തേക്കുന്ന അങ്ങനത്തെ ഒരു ദിവസമാണ്. എനിക്ക് ശരിക്കും അവധി വന്ന് വീട്ടിൽ ഇരിക്കുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ശല്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ദിവസം വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവും. അതല്ലെങ്കിൽ തോമസിനോട് ലീവ് എടുക്കാൻ പറഞ്ഞ് ബഹളം വെച്ചിട്ട് ബഹളമല്ല, ലീവ് എടുക്കാമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇന്നപ്പോൾ തോമസ് പറഞ്ഞു എന്താ ഉച്ചയ്ക്ക് ലീവ് കഴിഞ്ഞ് വരാമെന്ന്. അപ്പം നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിള്ളേരെ ആദ്യം സ്കൂളിലോട്ട് പാക്ക് ചെയ്യണമല്ലോ. അപ്പം ഞാൻ പാൻ കേക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാൻ കേക്ക് അവിടെ ആവുന്ന സമയത്ത് ഇവർക്ക് ലഞ്ച് പാക്ക് ചെയ്യാണ്. അപ്പം ലഞ്ച് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റം, പിന്നെ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള സ്നാക്ക് ഐറ്റം, പിന്നെ ഒരു ലഞ്ചിനുള്ള സാധനം. ഇവർക്ക് 2 ബ്രേക്കുണ്ട്. കുട്ടികൾ പ്രായമാവുന്ന ഓരോ ഓരോ ഇയർ കഴിയുന്നതനുസരിച്ച് ഇത് ആദ്യം 3 ബ്രേക്കൊക്കെ ഉണ്ട്. തീരെ പൊടിക്കുഞ്ഞുങ്ങളാകുമ്പം പിന്നെ 2 ബ്രേക്ക് ഉണ്ടാവും. അതിൽ വലിയ കുട്ടികളായി ഹൈസ്കൂളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബ്രേക്ക് ഉണ്ടാവത്തുള്ളൂ. ഞാൻ പക്ഷേ ഇങ്ങനെ 2-3 പാക്കറ്റിൽ ആക്കിയിട്ട് വെക്കൂട്ട്. ഇവർ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഒരു രീതിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടൊരു സാധനം ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിട്ടിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റി മാറ്റി വയ്ക്കും. ലഞ്ചിന് ഞാൻ ഇന്നിവർക്ക് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. വെറുതെ നമ്മുടെ ഈ മാക്കൻ ചീസ് പോലത്തെ ചീസും മിൽക്കും ഒക്കെ ഇട്ടിട്ടുള്ള പാസ്തയാണ്. അപ്പം പാൻ കേക്ക് റെഡിയായി. ഞാനപ്പോൾ വിചാരിച്ചു ഇവർക്ക് ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടെ ചെയ്യാമെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫെറ്റ ചീസിൻ്റെ സ്ക്രാമ്പിൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സാധാരണ എന്താ പറയുക, ഒരു പണിയും ഇല്ലാത്ത ഒരു പണിയാണിത്. ആവശ്യത്തിനുള്ള മുട്ട എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നല്ല ക്രംബിൾഡ് ആയിട്ട് കിട്ടുമല്ലോ. കട്ടയായിട്ട് ഇരിക്കുന്നെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരക്കപ്പോളം നമുക്ക് ആവശ്യത്തിന് ഇടാം. ഫെറ്റ ചീസിനകത്തിടാം. ഒരു ചെറിയ ഉപ്പ് രസം ഉണ്ടല്ലോ ചീസിൻ്റെ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഉപ്പും കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഫെറ്റ ചീസൊക്കെ അതിനകത്തോട്ടൊന്ന് മിക്സ് ആകും. അത്രേ ഉള്ളൂ. പൊടിയത്തൊന്നുമില്ല, മിക്സ് ആയിട്ടങ്ങ് വരത്തുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് കട്ടയായിട്ടുള്ള ഫെറ്റ ആണെങ്കിൽ ഒന്ന് ഇതാക്കിക്കോളൂ, ക്രംബിൾ ചെയ്തെടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഈ പാത്രത്തിൽ വേണമെങ്കിൽ ഇത്തിരി ബട്ടറോ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ തേക്കാം. ഞാൻ കുറച്ച് ബട്ടറാണ് തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കില്ലറ്റ് ഉള്ളതുണ്ടല്ലോ, നമുക്ക് നല്ല ഉപകാരമാണ്. നമുക്ക് ഒറ്റ അടിക്ക് കുറേ പാൻ കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഈ സ്ക്രാമ്പിൾഡൊക്കെ ആണെങ്കിലും ഒറ്റ അടിക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ നമ്മുടെ ദോശക്കല്ലിലാണെങ്കിൽ നമ്മൾ പാൻ കേക്കൊക്കെ കുറച്ച് തവണ ആയിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്ക് സമയമൊക്കെ പെട്ടെന്ന് ലാഭിക്കാനും ഒക്കെ നല്ലൊരു ഉപകാരമാണ്. അപ്പോൾ ഇത് ഇച്ചിരി മോയിസ്റ്റ് നിൽക്കുന്ന പോലെ ചെയ്യുന്നതാണ് സ്ക്രാമ്പിൾഡ് എഗ് എപ്പോഴും നല്ലത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ കുത്തി ഇളക്കി സ്ക്രാമ്പിൾ ചെയ്യാണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് അകത്തോട്ട് ഇങ്ങനെ തിക്കി കൊടുക്കുക. അപ്പോൾ അകത്തുള്ള ജ്യൂസി ആയിട്ടുള്ളത് പുറത്തോട്ട് വരുമല്ലോ, അതിനെ വീണ്ടും തിക്കി കൊടുക്കുക. അങ്ങനെ കണ്ടോ. ഇനി എന്നിട്ടൊന്ന് ജസ്റ്റ് മറിച്ചിട്ടിട്ട്, ഇതിപ്പം ഈ സ്ക്രാമ്പിൾഡ് ഉണ്ടാക്കാൻ ഇത്ര വലിയ പാഠം വേണമെന്ന് ചോദിച്ചാൽ നമ്മളുണ്ടല്ലോ മൊത്തം കൂടി ഇട്ടിട്ട് കുത്തി ഇളക്കി എടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി കിരി എന്നിരിക്കും. കുറച്ച് ക്രിസ്പി ആയ പോലെ ആയിപ്പോവും. പക്ഷേ നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്ക്രാമ്പിൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ എപ്പോഴും നല്ലത്. ആദ്യം സൈഡിൽ നിന്ന് അകത്തോട്ട് തിക്കിക്കൊണ്ട് വരുമ്പം അകത്തുള്ള വെള്ളം പോലത്തെ പുറത്തോട്ട് വന്ന് അതൊന്ന് വാടുമ്പം വീണ്ടും അകത്തോട്ടിട്ടിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിടുക, കുത്തി ഇളക്കാണ്ട് മറിച്ചിട്ടെടുക്കുക. അപ്പം ഇവർക്ക് മിക്കവാറും ഇപ്പം ഒരു ശീലമായിട്ടോ, ഞാനും തോമസ് എഗ്ഗ് കഴിക്കണ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവർക്കും എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു എഗ്ഗിൻ്റെ ഒരു ഇതുള്ളതല്ല. പിന്നെ ഞാനും വിചാരിക്കും ഇവർ സ്കൂളിൽ പിള്ളേരൊക്കെ പോകുമ്പം രാവിലെ കുറച്ച് നല്ല ഒരു ഫില്ലിംഗ് ആണല്ലോ മുട്ടയൊക്കെ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചു. ഇനി 2 പേർക്ക് 2 സമയത്താണ് കേട്ടോ. മൂത്ത ആൾ സ്കൂളിൽ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ ആൾക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഫുഡ് ആ ഒരു 7 മണിക്കോളം ആകുമ്പോൾ റെഡി ആവണം. ഇപ്പം എന്തായാലും ഞാൻ ശരിക്കും ഇപ്പം ഇത്തിരി 7 മണിക്കൊക്കെ എണീറ്റാലും തന്നെ ആകുന്ന പോലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. 6:30, 6:45, 7 ആകുമ്പോൾ എണീക്കുന്ന പോലെ. തോമസ് ആണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം എണീക്കുന്നത്. 5:30 എണീക്കും. എന്നിട്ട് തോമസ് ജിമ്മിൽ പോകും. അതുകൊണ്ടാണ് ഇന്നപ്പം ഉച്ചയ്ക്ക് എന്തായാലും വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാനിൽ പോയേക്കുന്നത്. അപ്പോൾ പാസ്ത എടുത്ത് വെച്ചു, ഫ്രൂട്ട്, പിന്നെ ഒരു ചെറിയ ഗ്രനോള ബാർ, പിന്നെ ഒരു ചെറിയ കഷ്ണം ചീസ്. ഇത്രയാണ് ഇവർക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്
റെഡിയാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം മറ്റൊരാൾ പോയി അടുത്ത ആൾ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഇനിയിപ്പം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു പാത്രം സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് വേണം കേട്ടോ കഴുകി എടുക്കാൻ വേണ്ടി. ഇതിൽ നോൺ സ്റ്റിക്കാണ് അതിൻ്റെ ബേസ്. അപ്പം അതിലെന്തെങ്കിലും ഒരു ഭയങ്കര സ്കോറലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതല്ലല്ലോ. എന്ന് മാത്രമല്ല ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമേ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു 300 ആ ഒരു അതിൻ്റെ മേളിൽ പോവില്ല. അങ്ങനെ ഓവർ ഹീറ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്നല്ലേ പറയണത്. ഇനി ഞാൻ ഇത് പോയി കഴിയുമ്പോഴത്തേക്കിന് ഇരുമ്പിൻ്റെ ഒരു ഗ്രിഡിൽ മേടിക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പുറത്തെ ഗ്യാസിൽ വെക്കുമ്പോഴത്തേന് നീളമുള്ളൊരു ഗ്രിഡിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ. ഞാൻ രാവിലെ എണീറ്റിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ എന്താ പറയുക, കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ സ്ഥിരമായിട്ടല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇപ്പം അത് കുടിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മറന്നു പോകും, അതാണ് കാര്യം. ഇനിയിപ്പം അയച്ചുകൊണ്ട് സ്കൂളിലോട്ടുള്ള യാത്രയൊക്കെ ആയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന് ജിം ചെയ്തിട്ട് ഞാൻ കുളിച്ച് റെഡിയായി കേട്ടോ. ഒരു 11 മണി കഴിഞ്ഞിട്ടാവും കേട്ടോ. അതാണ് നമ്മുടെ ഉച്ച എന്ന് പറഞ്ഞത്. ഒരു 11-നും 12-നും ഒക്കെ ഇടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രൗൺസിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം, തോമസ് എന്നിട്ട് ജോലിയുടെ സ്ഥലത്ത് നേരിട്ട് അങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പതുക്കെ ഓരോന്നിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ ജോലിക്ക് പോണ ദിവസങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ ഞാനും തോമസും പ്ലാൻ ചെയ്ത്, പിള്ളേരുണ്ടാവില്ല, അവർ സ്കൂളിലല്ലേ, പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. ഒരിടയ്ക്ക് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും നല്ല തിരക്കായി. അപ്പോൾ ഞാനൊരു മൊഹിത്തോ ആണ് കേട്ടോ പറഞ്ഞത്. തോമസ് ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊക്കക്കോള പറഞ്ഞു. ഇനി നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഇന്ന് എന്തായാലും എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള ഒരു മോഹത്തിലാണ്. എൻ്റെത് ബ്ലാക്ക് ആൻഡ് ചിക്കനും ആൽഫ്രഡോയാണ് ഞാൻ ഓർഡർ ചെയ്തത്. തോമസ് ഇത് ബീഫ് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചും ഓനിയൻ ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്തു. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ബ്രൗൺസിലെ ആ ഒരു ഫുഡിൻ്റെ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിടയ്ക്ക് മുഴുവൻ ഇവിടെ വന്നിട്ട് ഒരു ഡ്രാഗൺ ബൗൾ കഴിക്കാൻ കൊതിയായിട്ട് അങ്ങനെ വരുമായിരുന്നു. പക്ഷെ തോമസിന് പിന്നെ നമ്മൾ ബൗൾസിനകത്തൊക്കെ നിറയും മിക്കവാറും റൈസ് ബൗൾസ് ആണല്ലോ അതെല്ലാം. അതുകൊണ്ട് പിന്നെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. പണ്ടുണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കടകളിൽ ഈ ചിക്കൻ്റെ ഒക്കെ സൈസ് പണ്ടത്തെക്കാട്ടിലും ഓരോ മാസം കഴിയുന്തോറും സൈസ് ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് ചിക്കൻ അങ്ങ് ഷ്രങ്കണായി. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു വീട്ടിലെന്തായാലും ഉണ്ടാക്കണം. എനിക്ക് ഈ ബ്ലാക്ക് ആൻഡ് ചിക്കൻ്റെ റെസിപ്പി ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ബ്ലാക്ക് ആൻഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ട്. എന്തായാലും നമ്മൾ അടുത്ത ദിവസം വീട്ടിലുണ്ടാക്കുമ്പം കാണിക്കാം. ഇനി ഫുഡൊക്കെ കഴിഞ്ഞ് ആകെ മത്ത് പിടിച്ചു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഫിറ്റാകുവേ. ഞാനൊരു കുഞ്ഞ് ഇങ്ങനെ അടുത്ത് കൂടെ ഒരു ബിയർ പോയാൽ മതി, അല്ലെങ്കിൽ ഒരു ഇത് പോയാൽ മതി, അപ്പോൾ തന്നെ എൻ്റെ തലക്കടിക്കും. അപ്പം ആ മൊഹിത്തോ എനിക്ക് നല്ല ഇതായി. ഇനി എന്തായാലും പോയിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. അതിനിടയ്ക്ക് നമ്മൾ പുല്ലൊക്കെ ഈ പ്രാവശ്യം പുല്ല് അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. നല്ല തകിടിയായിട്ട് വരുന്നില്ല, ഇങ്ങനെ ഇച്ചിരി പാച്ച് പോലെയൊക്കെ കിടക്കുന്നുണ്ട്. അതിനുള്ള ഓരോ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുവാണ്. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടാണ് കേട്ടോ. പിന്നെ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് എന്നാൽ ഒരു കാപ്പി കുടിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കടയിൽ നിന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എവിടെയെങ്കിലും പോയി കിടക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് നമുക്കിങ്ങനെ പിള്ളേരുള്ളപ്പോൾ അറിയാമല്ലോ, ഈ ഒറ്റയ്ക്ക് കറങ്ങി നടക്കാനായിട്ട് നമുക്ക് വീട്ടിൽ പിള്ളേരെ ഇട്ട് പോകുമ്പോൾ ഒരു ഇതയ്യോ അവരെന്തെടുക്കുമായിരിക്കും, എന്ത് കുറുമ്പായിരിക്കും, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇവർ വലുതായതുകൊണ്ട് മനുവിനെയും ഐസക്കിനെയും ആക്കിയിട്ട് പോവുകയൊക്കെ ചെയ്യാം, നമ്മൾ പോവാറുമുണ്ട്. പക്ഷേ എന്നാലും ഒരു മനസ്സിനൊരു ഇതാണ്, എന്തെങ്കിലും കുറുമ്പ് കാണിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇതിപ്പം നമ്മൾ തിരിച്ചു വന്നു. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഏറ്റവും വലിയ വിശേഷം, നമ്മൾ ഒരു പട്ടിക്കുട്ടനെ മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറുത്ത പട്ടിക്കുട്ടനാണ്. ഇതൊരു ഗോൾഡൻ പൂഡിലും സൈബീരിയൻ ഹസ്കിയുടെയും കൂടെ ബ്രീഡാണ്. അപ്പോൾ അവളെ നമ്മൾ വാങ്ങിയിട്ട് ബ്രീഡറിൻ്റെ അടുത്ത് തന്നെ നിർത്തിയിട്ട് പോന്നു. ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നമുക്ക് വീടൊക്കെ ഒന്ന് റെഡിയാക്കി വരണ്ടേ. എനിക്ക് പട്ടികളെ ഭയങ്കര പേടിയാണ് കേട്ടോ. പേടിയായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് തോമസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ പുറത്ത് വളർത്തുന്ന പട്ടിയാണല്ലോ. അപ്പോഴാണ് ശരിക്കും പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. കാരണം നമുക്ക് ചെറിയ പ്രായത്തിൽ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ശരിക്കും
ആ അവരുടെ ജിമ്മിക്ക് തോമസിനോടും അവരുടെ വീട്ടുകാരോടൊക്കെ ഉള്ള സ്നേഹം, ജീവൻ കൊടുത്തും സ്നേഹിക്കുക എന്ന് പറയില്ല, ശരിക്കും ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു പട്ടിയുള്ള വീടാണ് കേട്ടോ അത്. അതൊക്കെ കൊണ്ട് പിന്നെ എനിക്ക് പതുക്കെ താല്പര്യം വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ റെഡിയായി. ഇപ്പോൾ പിള്ളേർക്ക് അത് പിള്ളേരൊക്കെ വലുതായാലും അവർക്ക് അത് ആവശ്യമൊക്കെ ഉണ്ടെന്ന് തോന്നി. അപ്പം നമ്മൾ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ മാംഗോ നട്ടോ, നമ്മൾ പേരിട്ടേക്കുന്ന മാംഗോ നമ്മുടെ വീട്ടിൽ ഹാജരാവുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പട്ടീനെ കണ്ടിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഐസക്കിന് എന്താ പറയുക, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചല്ലേ, അപ്പോൾ അവന് എന്ത് മണത്തറിഞ്ഞൊന്നും അറിയില്ല, പുള്ളിക്കാരൻ പുറത്തുനിന്ന് ഫുഡ് സബ്വേന്ന് വേണമെന്ന് പറഞ്ഞു, അത്താഴം. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങളങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയേ ഇവന് വല്ല മണം പിടിക്കാനുള്ള കഴിവുണ്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ടെന്ന്. അപ്പോൾ അവനൊരു സബ്വേ മേടിച്ചു കൊടുത്തു. എനിക്ക് നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടു, കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. തിരിച്ചു ഇപ്പം ഒത്തിരി രാത്രിയാവും കേട്ടോ, ഇരുട്ടാനായിട്ട് ഒത്തിരി വൈകും രാത്രിയാവാനായിട്ട്. ഈ ചെടികൾ കണ്ടോ, നമ്മൾ പണ്ട് ഓർമ്മയില്ലേ, ഇത് അങ്ങോട്ട് 2 തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നിറയും പൂക്കളായി. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ മാംഗോ വരുന്നതിന് മുമ്പ് കുറച്ച് ഈ ഒരു ബാക്ക് യാർഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മളൊരു ഒരു പെർഗോള പോലെ അതൊക്കെ ഒന്ന് ഇതിൻ്റെ ഡെക്കിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തു. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഈ ഒരു അടുത്ത കുറച്ച് സമയം കൊണ്ടുണ്ടാക്കി. ഒരാൾ വന്നിട്ട് സെറ്റ് ചെയ്യിപ്പിച്ചതാണ്. അപ്പം നമ്മൾ വിചാരിച്ചത് നല്ല ചൂടല്ലേ, അപ്പോൾ പുറത്തൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവൾക്ക് ഇവിടേക്ക് ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് വന്നിരിക്കാൻ സുഖമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 വർഷമായിട്ട് ഇത് വേണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. എനിക്ക് കുട വയ്ക്കാൻ വേണ്ടി വലിയ താല്പര്യമില്ല, കാരണം ഭയങ്കര കാറ്റ് ഇവിടെ, അപ്പോൾ കുട പറന്നു പോവേ. അപ്പം നമ്മുടെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ നെയ്ബേഴ്സും അവരൊക്കെ വീടിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എവിടുന്നാണ് മേടിച്ച് എന്താ എങ്ങനെയാണെന്നൊക്കെ. കാരണം ഇവിടെ കുട വയ്ക്കുന്ന വീട്ടിലെല്ലാം കുട പറന്നു പോകുന്ന ഇതാണ്, ഇത് നല്ല സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ചെറിയ ചെറിയ വിശേഷങ്ങൾ പോകുന്നത്. ഇനിയത്തെ നമ്മളൊരു കുറച്ച് ദിവസം കൂടെ കഴിയും കേട്ടോ നമ്മുടെ പട്ടിക്കുട്ടി വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പം അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.